ഇതെവിടെ കൊണ്ടുവച്ചിരിക്കുന്നു? ഇവിടെ ഒന്നും കാണുന്നുമില്ലല്ലോ. സക്സസ്. ഞാനാണ് യഥാർത്ഥ കള്ളൻ. എനിക്കിപ്പോ എന്നോട് തന്നെ ഒരു അഭിമാനമൊക്കെ തോന്നുന്നുണ്ട്. ഇത്ര ഈസി ആയിട്ട് കാശുണ്ടാക്കാൻ പറ്റിയ ഒരു ജോലി ഉണ്ടായിട്ടാണോ ഞാനിവിടെ വെറുതെ ഇരുന്നത്? എനിക്ക് എന്നോട് തന്നെ ഒരു പുച്ഛം തോന്നുന്നു. അമ്മയ്ക്കൊരു ചപ്പാത്തിയും കൂടി ഞാൻ എടുക്കാം. അയ്യോ മതി മോളെ, എനിക്ക് ഇപ്പൊ തന്നെ വയറ് നിറഞ്ഞു. എന്നാ പിന്നെ എഴുന്നേറ്റോ. ഞാനിപ്പോ വരാമേ. എന്താ മോളെ? ഫോൺ റൂമിൽ വെച്ച് മറന്നുപോയി. അതവിടെ കിടക്കട്ടെ, അർജന്റ് കോളൊന്നും വരാനില്ലല്ലോ. സുധി വരുമ്പോ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാ വിളിക്കാന്ന് പറയാൻ പറ്റില്ല. ശരി, മോള് ചെന്ന് ഫോൺ എടുത്തോണ്ട് വാ. അല്ല, പാത്രം ഇവിടെ വെച്ചേക്ക്. സാരമില്ല, ഞങ്ങൾ എടുത്തോളാം.
അയ്യോ സത്യ, ഇനിയിപ്പോ എന്ത് ചെയ്യും? കയ്യോടെ പിടിക്കുമല്ലോ. ഭഗവാനെ, മാനം പോയത് തന്നെ. ഞാനാ? നീയായിരുന്നോ? എല്ലാം കുളമായോ? നീ ഇതെവിടെയായിരുന്നു? കാവൽ നിൽക്കാന്ന് പറഞ്ഞിട്ടും അവള് വന്നത് കണ്ടില്ലേ? അത് വൈജുട്ടാ, പെട്ടെന്ന് അവളെ കണ്ടപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സാധനം കിട്ടിയോ? സാധനം മാത്രമല്ല, മൂക്കില് നല്ല ഇടിയും കിട്ടി. അയ്യോ, അതെന്തു പറ്റി? ഞാൻ ആഭരണമായിട്ട് നിൽക്കുമ്പോഴാ സത്യ വരുന്നത് കണ്ടത്. പിന്നെ ഈ വാതിലിന്റെ പുറകിൽ ഒളിച്ചു നിന്നു. അവള് വാതിലൊന്നും ഒറ്റ തള്ളു. എന്റെ മൂക്കിന്റെ പാലത്തിന്റെ അവസ്ഥ ഇപ്പം പാലാരിവട്ടം പാലത്തിന്റെ അവസ്ഥ പോലെയായി. എന്നാലും മൂക്ക് പോയാലും കുഴപ്പമില്ല, സാധനം കിട്ടിയല്ലോ. ഇങ്ങ് തന്നെ. കണ്ടില്ലേ, സ്വർണം നമ്മുടെ കയ്യിലെത്തി. ഇനി പൂജയ്ക്കും വഴിപാടിനുമായി 10 പവന്റെ അഹങ്കാരവുമായി സത്യയുടെ വീട്ടുകാർ വരും. സ്വർണ്ണപ്പൊതി അഴിക്കുമ്പോഴാവും കിടപ്പാടം വിറ്റ കാശുകൊണ്ട് വാങ്ങിയ ആഭരണങ്ങളെല്ലാം നഷ്ടമായത് അറിയുക. നാണക്കേട് കൊണ്ട് വലയുന്ന ഒരു കോളനി കുടുംബത്തെ അവിടെ നമുക്ക് കാണാൻ പറ്റും. വെറും കൈയോടെ കണ്ണീരൊലിപ്പിച്ച് നിൽക്കുന്ന ഫാമിലിയുടെ ഗ്രൂപ്പ് ഫോട്ടോ. അതെ, അത് മൊബൈൽ ക്യാമറയിൽ പകർത്താൻ മറക്കണ്ട. പൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ നിൽക്കാതെ അകത്തോണ്ട് വെക്കടി. മൂക്ക് ബിജു, ഞങ്ങൾ ഇറങ്ങി. അയ്യോ, അതെന്താ പറയാതെ പോയത്? ഓ, ആണോ? ശരി ശരി, ഞങ്ങൾ വേറെ ഓട്ടോ പിടിച്ച് പൊയ്ക്കോളാം. ബിജുവിന്റെ മോള് സ്കൂളിൽ വീണെന്ന് അവൻ അങ്ങോട്ട് പോയി. നമ്മളെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന്. സാരമില്ല, അത്യാവശ്യമായതുകൊണ്ടല്ലേ പോയത്. നമുക്ക് വേറെ ഓട്ടോ പിടിച്ചു പോവാം. ഓട്ടോ പോയെങ്കിൽ ഇവിടുന്ന് കാറ് വിട്ടുതരാം. അതിൽ ടെൻഷനൊന്നും വേണ്ട. അത് വേണ്ട, ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് 1-2 അടുത്ത് കയറാനുണ്ട്. ഓട്ടോ പിടിച്ചു പൊയ്ക്കോളാം. ഇനി വൈകണ്ട അമ്മേ, ഇപ്പൊ പോയാലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കൂ. നാളെ കാലത്ത് ക്ഷേത്രത്തിൽ എത്തേണ്ടതല്ലേ? ഇറങ്ങട്ടെ. സത്യമോൾ എന്തേ? എന്താമ്മേ, പോവായോ? പോട്ടെ മോളെ, ഇനി താമസിച്ച കാര്യങ്ങളൊക്കെ അങ്ങ് കുഴയും.
സുധി വരാൻ നിൽക്കുന്നില്ലേ? അവൻ വിളിച്ചില്ലല്ലോ. ഇല്ല. അപ്പൊ പിന്നെ വൈകുമായിരിക്കും. നാളത്തേക്കുള്ള കുറച്ച് ഒരുക്കങ്ങളൊക്കെയുണ്ട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്കറിയില്ലേ? ഓ, നാളത്തെ ഒരുക്കത്തിന് വേണ്ടി ഇന്നേ ഉറക്കൊഴിയേണ്ട അവസ്ഥയാണല്ലേ? ഉറക്കമൊഴിച്ചിലൊന്നുമില്ല. കുറച്ച് വീടുകളില് സാധനങ്ങൾ കൊടുക്കാനുണ്ട്. കുഴലപ്പവും പപ്പടവടയൊക്കെ വിൽക്കാൻ പോവാനുണ്ടാവും. വലിയ ബിസിനസ് തന്നെ. എന്തായാലും മണിമംഗലത്തുകാർക്ക് പറ്റിയ ഫാമിലിയാ. അതെ, ഈ കുഴലപ്പവും പപ്പടവടയും അത്ര മോശ സാധനമൊന്നുമല്ല. എത്രയോ കുടുംബങ്ങൾ അത് വിറ്റ് കഴിയുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബവും അതുകൊണ്ട് തന്നെയാ കഴിഞ്ഞിരുന്നത്. ഒന്നുമില്ലെങ്കിലും അത് വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് 2 പെൺകുട്ടികളെ വളർത്തി വലുതാക്കിയില്ലേ ഞങ്ങളുടെ ഈ അമ്മ. അതിലേ എനിക്ക് അഭിമാനമുണ്ട്. അഭിമാനിക്കാൻ പറ്റിയ കാര്യം തന്നെ. പക്ഷേ ഈ പപ്പടവടയും കുഴലപ്പവും വിറ്റ് വളർന്ന പെൺകുട്ടികള് എന്ത് വളർച്ചയാ വളർന്നത്? ഒരാള് 4ാം ക്ലാസ്സിൽ പഠനം നിർത്തി, മറ്റേ ആള് കല്യാണ തലേന്ന് ആരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയി. ഈ അഡ്രസ് ഇല്ലാതായ 2 പെൺകുട്ടികള് വളർന്നു പന്തലിച്ച കാര്യമാണോ ഈ പറയുന്നത്? അതെ, എന്നെ കൊണ്ട് ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ. നാളെ ക്ഷേത്രത്തിൽ വെച്ച് കാണാം. വാ അമ്മേ. ഓ, വാ. എന്നാ ഇറങ്ങട്ടെ മോളെ. ശരി മോളെ, ഇറങ്ങട്ടെ. ശരി അച്ഛമ്മ. അതെ, എന്റെ അമ്മയും അച്ഛമ്മയും നെഞ്ചു പൊള്ളിയാ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അവരുടെ മുമ്പിൽ വെച്ച് ദേ ഒരു കലഹം വേണ്ടാന്ന് വിചാരിച്ചിട്ടാ ഞാൻ നിങ്ങൾക്ക് അപ്പം മറുപടി തരാതിരുന്നത്. അല്ലാതെ നിങ്ങൾ പറഞ്ഞതിനുള്ള മറുപടി സത്യയുടെ കയ്യിൽ ഇല്ലാതിരുന്നിട്ടല്ല. എങ്കി പറയടി, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? 2 തലതിരിഞ്ഞ പെൺകുട്ടികൾ ഉണ്ടായി എന്നല്ലാതെ എന്താ നിന്റെ കുടുംബത്തിലുള്ളത്? അവിടെ സ്നേഹമുണ്ട്. ഏത് പട്ടിണിയിലും കെട്ടിപ്പിടിച്ചുറങ്ങാൻ പോകുന്ന വാത്സല്യമുണ്ട്. കരയുമ്പോ കണ്ണീരൊപ്പാൻ കൈകളുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ തല തിരിഞ്ഞ പെൺകുട്ടികൾ ഉണ്ടായതിനെ പറ്റി? ആദ്യം സ്വന്തമായി ഒരു കുഞ്ഞിനെ പ്രസവിച്ച് അതിനെ മുലയൂട്ടി വളർത്ത്. അതിനുശേഷം മതി എന്റെ അമ്മയെ കുറ്റപ്പെടുത്തൽ. ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. കൃത്യസമയത്ത് ഗോവിന്ദൻ വൈദ്യരും കൂടെ കൂടിയത് ദൈവനിയോഗം. ഇനിയും സമയം വെച്ച് താമസിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. മരുന്ന് ഫലിച്ചു തുടങ്ങിയ സ്ഥിതിക്ക് മെയിൻ പ്ലേയിലേക്ക് പോകേണ്ട സമയമായില്ലേ വൈദ്യരെ? മരുന്ന് പാലിക്കാനോ? ദിവ്യക്ക് പഴയതൊന്നും ഇപ്പോഴും ഓർമ്മയില്ല. കഷായത്തിന്റെയും മരുന്നിന്റെയും കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ഐഡിയ എന്ന മരുന്ന് അല്ലേ? അതെ. ഓ അങ്ങനെ.
ഇനി ദിവ്യയെ വെച്ച് വലിയ വലിയ കളികൾ കളിക്കാൻ സമയമായി. കാമുകനായ രാഹുലും ഭർത്താവാകേണ്ടിയിരുന്ന സുധിയും ദിവ്യയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ വിഹരിക്കുമ്പോൾ മറവിയുടെ മൂടുപടമണിഞ്ഞ് ദിവ്യ ശരിതെറ്റുകളുടെ മായാജാല പ്രപഞ്ചത്തിൽ ഓർമ്മകൾ ഏതുമില്ലാതൊരു പെൺകുട്ടി. നല്ല രസമായിരിക്കും അല്ലേ വൈദ്യരെ?